വെൽക്കം യു ആൾ. പുതിയ ഒരു മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. PHP ആൻഡ് പോസ്റ്റ്ഗ്രി SQL. പ്രൊണൗൺസിയേഷൻ പോസ്റ്റ്ഗ്രസ് SQL എന്നുള്ള രൂപത്തിലാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരിക. എന്താണ് പോസ്റ്റ്ഗ്രി SQL എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പവർഫുൾ ഓപ്പൺ സോഴ്സ് ജനറൽ പർപ്പസ് ഒബ്ജക്റ്റ് റിലേഷൻ ഡാറ്റാബേസ് സിസ്റ്റം. നമുക്കറിയാം പോസ്റ്റ്ഗ്രി SQL എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസ് സിസ്റ്റമാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് SQL നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മുൻപ് പഠിച്ചൊരു ഭാഗമാണ് SQL എന്നുള്ളത്. ഓക്കെ, ആ SQL ആദ്യം മുൻപ് ഒരു അപ്ഡേഷൻ വരുന്നതിന് മുൻപ് PHP ആൻഡ് SQL ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ PHP പോസ്റ്റ്ഗ്രി SQL ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കാനുള്ളത്. PHP പോസ്റ്റ്ഗ്രി SQL തമ്മിലുള്ള ഇതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം പോസ്റ്റ്ഗ്രി SQL എന്ന് പറഞ്ഞാൽ പോസ്റ്റ്ഗ്രി SQL എന്നുള്ളത് ഒരു ഡാറ്റാബേസ് സിസ്റ്റമാണ്. It's a powerful open source general purpose object relational database system ആണ് PostgreSQL എന്നുള്ളത്. It extends the SQL language. SQL ലാംഗ്വേജിന് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ് PostgreSQL. It combined with many features that safely store and scale the most complicated data workloads. അപ്പോൾ SQL എന്തുണ്ട്, ഒന്നും കൂടി കൂടുതൽ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോറിങ് കപ്പാസിറ്റിയിൽ അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റസിൻ്റെ മാനിപ്പുലേഷന് ഒക്കെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് ഒന്നുകൂടി ഫീച്ചേഴ്സ് എന്ത് ചെയ്തിട്ട് കൂട്ടിയിട്ടാണ് ഈ PostgreSQL വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് മോഡേൺ പോസ്റ്റ്ഗ്രെസ് ഒറിജിനേറ്റ് ഫ്രം ദി പോസ്റ്റ്ഗ്രെസ് പ്രൊജക്ട് വിച്ച് വാസ് ലെഡ് ബൈ മൈക്കിൾ സ്റ്റോൺബ്രേക്കർ. മൈക്കിൾ സ്റ്റോൺബ്രേക്കർ എന്ന ആളാണ് ഈ PostgreSQL എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നത്. അത് പോസ്റ്റ്ഗ്രെസ് പ്രൊജക്റ്റ് എന്നൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ആദ്യത്തിൽ തുടക്കത്തിൽ. അതിൽ നിന്നാണ് ഈ PostgreSQL എന്ത് ചെയ്യുന്നത് അത് ഉത്ഭവിച്ചു വരുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് DBMS ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ പറഞ്ഞാൽ 1989 1989 DBMSൻ്റെ ആദ്യമായിട്ട് ഈ ഫസ്റ്റ് വേർഷന് വേണ്ടി അപ്പയർ ചെയ്യുന്നത്. 96 ഈ പ്രൊജക്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നു. 96 ആയപ്പോൾ എന്ത് ചെയ്തു, ഈ പ്രൊജക്റ്റിനെ റീനെയിം ചെയ്തിട്ടാണ് PostgreSQL എന്നുള്ള പേരിലേക്ക് 96 വരുന്നത്. വീണ്ടും വേർഷൻ 6.0 January 29, 1997 PostgreSQL ഫസ്റ്റ് എന്ത് ചെയ്യണത് റിലീസാണത്. അപ്പം PostgreSQLൻ്റെ ശരിക്കും പല മേഖലയിലൂടെ പല പേരിലും എന്ത് ചെയ്തിട്ടുണ്ട് ഈ PostgreSQL കണ്ടെത്തിങ്ങനെ വന്നിട്ടുണ്ട്. 96 PostgreSQL എന്നുള്ള നെയിം വരുന്നത്. പക്ഷെ 97 എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് PostgreSQL വേർഷൻ 6.0 എന്ത് ചെയ്യുന്നത് റിലീസ് ആവുന്നത്. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് SQL കൂടുതൽ കൊണ്ടാണ് PostgreSQL വന്നിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് എന്താണ് അവൈലബിൾ ആണ്. അത് ഫസ്റ്റ് വണ്ണാണ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഡാറ്റ ഇൻറ്റഗ്രിറ്റി ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫുള്ളി ആസിഡ് കംപ്ലൈൻ്റ് ആണ്. അത് ആസിഡ് പ്രോപ്പർട്ടി നമുക്കറിയാം, ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി എന്നുള്ളത്. അത് ഫുൾ ആറ്റോമിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആസിഡ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് സ്കാലബിലിറ്റി ആണ്. സ്കാലബിലിറ്റി പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ റണ്ണിങ് ഓൺ ബിഗ്ഗർ ഫസ്റ്റ് സെർവർ വെൻ യു നീഡ് മോർ പെർഫോമൻസ്. നമുക്ക് കൂടുതൽ പെർഫോമൻസ് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും, ഇത് നല്ല റണ്ണിങ് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും റൺ ചെയ്യും. MVCC മോഡലാണ്. MVCC പറഞ്ഞാൽ മൾട്ടിവേർഷൻ കൺകറൻസി കൺട്രോൾ എന്ന മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫീച്ചർ റിച്ച്നെസ്. നെക്സ്റ്റ് പറഞ്ഞത് ഫീച്ചർ റിച്ച്നെസ് ആണ്. ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൽ. മീൻസ് പിന്നെ കോംപ്ലക്സ് SQL ക്വറീസ് നമുക്ക് ഉപയോഗിക്കാം, SQL സബ് ക്വറീസ്, അതുപോലെ ഫോറിൻ കീസ്, ട്രിഗേഴ്സ്, വ്യൂസ്, ട്രാൻസാക്ഷൻസ്, കൺകറൻസി കൺട്രോൾസ്, മൾട്ടിവേർഷൻ കൺകറൻസി കൺട്രോൾ പറഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് എന്തുണ്ട് PostgreSQL ഉണ്ട്. അതൊക്കെ നമുക്കറിയാം ഓരോന്നും എന്താണ് പിന്നെ ട്രിഗർ, വ്യൂസ്, ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ DBMS നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് നെക്സ്റ്റ് റിലയബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. മോർ സ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ എൻ്റർപ്രൈസ് ലെവൽ അപ്ലിക്കേഷൻസിലൊക്കെ എന്തുണ്ട് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ക്രിട്ടിക്കൽ ഡാറ്റ ബിസിനസ് അനലൈസിസിനൊക്കെ ഇതെന്ത് ചെയ്യാറുണ്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പോയിന്റ് ഇൻ ടൈം റിക്കവറി, അതിൽ ഹോട്ട് സ്റ്റാൻഡ് ബൈ സെർവേഴ്സ്, പിന്നെ റീ അപ്ലിക്കേഷൻസ്, അങ്ങനെ സിങ്ക്രണൈസേഷൻ, കാസ്കേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻ ഉള്ളത്. റിലയബിൾ ആൻഡ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് സെക്യൂരിറ്റി. മീൻസ് SSL ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മീൻസ് പിന്നെ സെക്യൂർ സോക്കറ്റ്സ് ലെയേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നത് SSL, എൻക്രിപ്റ്റഡ് SSL ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വരുന്നത് കൺഫർമൻസ് ടു ദി SQL സ്റ്റാൻഡേർഡ്. ANSI SQL സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതും വരുന്നത്. ദെൻ ട്രാൻസാക്ഷൻ സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ടു പ്രൊവൈഡ് ഫുൾ സപ്പോർട്ട് ഫോർ ആസിഡ് പ്രോപ്പർട്ടീസ്. ആസിഡ് പ്രോപ്പർട്ടി ഫുള്ള് സപ്പോർട്ട് ചെയ്യേണ്ടതുള്ളതാണ്. ഓക്കെ, ദെൻ ക്വറി പ്ലാനർ.
കൊറി പ്ലാനറാണ്. അത് മൾട്ടി കോർ പ്രോസസ്സേഴ്സ് ആർക്കിടെക്ചേഴ്സാണ് വർക്ക് ചെയ്യണത്. കൊറി ഒക്കെ എല്ലാവിധ കൊറീസും, ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് പിന്നെ റീഡ്സ്, ജോയിൻറ്റ് ഒക്കെ ഉള്ള ഒരുപാട് കൊറീസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നതാണ് കൊറി പ്ലാനറിൽ ഒന്ന് പറയുന്നത്. കോസ്റ്റ് ബേസ്ഡ് ആണ് കൊറി പ്ലാനേഴ്സ്. പിന്നെ ഇൻഡെക്സിങ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻഡെക്സിങ് മെത്തേഡ്സ് ഉണ്ട്. അതായത് ബ്ലൂം, ബ്രിൻ എന്നൊക്കെ, ജിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻഡെക്സിങ് മെത്തേഡ്സ് സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ക്രോസ് പ്ലാറ്റ്ഫോംസ്, വിൻഡോസ്, മാക്കിൻടോഷ്, സോളാരിസ്, ഫ്രീ ബേസ്ഡ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിലൊക്കെ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നു. എക്സ്റ്റെൻസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻസിബിൾ ആണ്. ഓക്കെ, പോസ്റ്റ്ഗ്രെസ്ക്യൂഎൽ ആർക്കിടെക്ചറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് എന്ത്, എക്സ്റ്റെൻസിബിലിറ്റി എന്നുള്ളത്. ദാറ്റ് മീൻസ് വിത്തൗട്ട് ചേഞ്ചിങ് അറ്റ് ദ കോർ കോഡ് സിസ്റ്റം. നമ്മുടെ പിന്നെ ഒരു കോർ കോഡ് സിസ്റ്റത്തിൽ ഒരു മാറ്റവും വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സ് ക്യാൻ ആഡ് ന്യൂ ഫീച്ചേഴ്സ്, ഓക്കെ, ആൻഡ് ഇൻക്ലൂഡിങ് ഡാറ്റ ടൈപ്സ് എക്സെട്ര. നമുക്ക് എക്സ്റ്റെൻസ് ചെയ്യാം. എന്ത്, അതിൻ്റെ കോർ കോഡ്സിൽ മാറ്റം വരുത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻസിബിലിറ്റി വരുത്താൻ പറ്റും. ആൻഡ് അവൈലബിലിറ്റി, പോസ്റ്റ്ഗ്രെസ്ക്യൂഎലിൻ്റെ അവൈലബിലിറ്റി എന്താണ്, നേരത്തെ നമ്മൾ ലൈസൻസ് എന്ത് ചെയ്യേണ്ട, ലൈസൻസ് അലൗസ് അൺലിമിറ്റഡ് യൂസ് ഓഫ് ദിസ് DBMS. അൺലിമിറ്റഡ് യൂസും അതുപോലെ തന്നെ കോഡ് മോഡിഫിക്കേഷന്, നേരത്തെ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്താണ് അവൈലബിലിറ്റി കിട്ടും എന്നുള്ളതാണ്. ദെൻ ഇൻഡിപെൻഡൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇൻഡിപെൻഡൻസ്. കാരണം ഇറ്റ് ഡു നോട്ട് ബിലോങ് ടു എനി കമ്പനി. ഏതൊരു കമ്പനീൻ്റെ കീഴിലോ അല്ലെങ്കിൽ കമ്പനി ഡെവലപ്പ് ചെയ്തൊന്നുമല്ല. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. ഓക്കെ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് ചെയ്തത്, ഒരു കമ്പനി ഒന്നുമില്ല. അതുകൊണ്ട് എന്തില്ല, പിന്നെ ഇത് ഈ ഒരു ഇറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ എ പർട്ടിക്കുലർ വെൻഡേഴ്സിനെ അല്ലെങ്കിൽ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല. ആർക്കും എന്ത് ചെയ്യാം, അത് പിന്നെ ഏറ്റവും കൂടുതൽ റഷ്യൻ ഡെവലപ്പേഴ്സാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ റഷ്യൻ ഡെവലപ്പേഴ്സാണ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നത്. ഇതാണ് പോസ്റ്റ്ഗ്രെസ്ക്യൂഎൽ, അതിൻ്റെ ഫീച്ചേഴ്സ്: ഡാറ്റ ഇൻറ്റഗ്രിറ്റി, സ്കാലബിലിറ്റി, ഫീച്ചർ റിച്ച്നെസ്, റിലയബിലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, കൺഫോർമൻസ് ടു ദി SQL സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധമുണ്ട്. ട്രാൻസാക്ഷൻ സപ്പോർട്ട്, കൊറി പ്ലാനർ, ഇൻഡെക്സിങ്, ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട്, എക്സ്റ്റെൻസിബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, താങ്ക് യു.